ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. വെൽക്കം ടു അവർ ക്ലാസ്. ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഫസ്റ്റ് മോഡ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഫോർത്ത് മോഡ്യൂൾ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഇക്കണോമിക്സിൻ്റെ അല്പം ബേസിക് കോൺസെപ്റ്റുകളാണ്. സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആ മോഡ്യൂളിൻ്റെ ടൈറ്റിൽ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണ്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ളതെന്ന് നോക്കാം. പ്ലസ് ടു പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് പ്ലസ് ടു ഇക്കണോമിക്സ് ഫേവറേറ്റുള്ള ആൾക്കാരെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് വേണം. ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള അല്പം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്? ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണ് ആ മോഡ്യൂളിൻ്റെ പേരെന്ന് നമ്മൾ കണ്ടല്ലോ. ഓക്കെ, ദെൻ ഇക്കണോമിക്സ്, മാക്രോ ആൻഡ് മൈക്രോ, ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മൈക്രോ എക്കണോമിക്സ് എന്താണ്, പേര് കേട്ടാൽ നമുക്കറിയാം. ഡിഡക്റ്റീവായിട്ടുള്ള ഇക്കണോമിക്സിൽ ഒരു തിയറി ഉണ്ടാക്കുന്ന രീതിയിൽ എന്താണ്, ഈ രീതി എന്താണ്, ഇൻഡക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്താണ്. സോ ബേസിക്കലി ദീസ് ആർ ടു മെത്തേഡ്സ് ടു ഡു സം ടു ഡു സം അനാലിസിസ് ഇൻ ഇക്കണോമിക്സ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അനാലിസിസ്. ഓക്കെ, സോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭയങ്കര സംഭവം തോന്നുമെങ്കിലും ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മെത്തേഡാണ് ഇക്കണോമിക്സ് പ്രോബ്ലം പഠിക്കാൻ വേണ്ടിയിട്ട്. അവരാദ്യം കൊടുത്തേക്കുക. പിന്നെ അടുത്തതായിട്ട് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. ഓക്കെ, ബേസിക് ഇക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമി അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, അതാണ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്? ദെൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു മൈക്രോ ഇക്കണോമിക് കോൺസെപ്റ്റാണ്. ഓക്കെ, ഇക്കണോമിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് തന്നെ യൂട്ടിലിറ്റിക്കകത്ത് തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, അത് രണ്ടും എന്താണെന്ന് നമ്മളിന്ന് പഠിക്കേണ്ടി വരും. ദെൻ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് വളരെ ബേസിക്സ് ആയിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ ആദ്യം കാണുന്ന ഒരു സംഭവമാണ്. ലോജിക്കലി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോ ഓഫ് ഡിമാൻഡ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റി നമ്മൾ തന്നെ വിൽക്കുകയാണെങ്കിൽ, നമ്മൾ അതിൻ്റെ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എത്രമാത്രം മാർക്കറ്റിൽ കൂടും. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ബേസിക്കലി രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഡിമാൻഡ് എത്രമാത്രം കൂടും, അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ച് പ്രൈസ് കൂട്ടുന്നതനുസരിച്ച് ഡിമാൻഡ് എത്രമാത്രം കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ലോ ഓഫ് സപ്ലൈ. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഒരു ലോ ഓഫ് സപ്ലൈ അവിടെ കാണുമായിരിക്കും. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് ബേസിക്കലി നമ്മളൊരു കമ്മോഡിറ്റിയുടെ വില കുറയ്ക്കുകയാണെങ്കിൽ ദർ ഈസ് ഡിമാൻഡ് കൂടും. സോ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്, ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ആ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ നമ്മൾക്കൊരു കമ്മോഡിറ്റിയുടെ വില കുറയുകയാണെങ്കിൽ നമ്മൾ തന്നെ കൂടുതൽ പോയി മേടിക്കുമല്ലോ. അപ്പം ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് രണ്ടും തമ്മിൽ, നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞത്. ഓപ്പോസിറ്റ് ആയിരിക്കും ലോ ഓഫ് സപ്ലൈ. നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കുന്നവരാണെങ്കിൽ അതിൻ്റെ വില മാർക്കറ്റിൽ കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യുമല്ലോ. അതാണ് ലോ ഓഫ് സപ്ലൈ. ഇപ്പോൾ ലോജിക്കലി ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. ദെൻ നാഷണൽ ഇൻകം. ഇപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോ എക്കണോമിക്സാണ്. ഓക്കെ, എന്താണ്? മൈക്രോ എക്കണോമിക്സ്. ഇതുവരെയുള്ള സംഭവങ്ങൾ മൈക്രോ എക്കണോമിക്സാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്കെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇനി എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്, പിന്നെ അതുപോലെ അതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കോമ്പണൻസ് ഓഫ് നാഷണൽ ഇൻകം, GDP എന്താണ്, GNP എന്താണ്, അതുപോലെ തന്നെ NDP എന്താണ്, NNP എന്താണ്, പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്താണ്, ഇതിൻ്റെ ബാക്കിയാണല്ലോ. പേഴ്സണൽ ഇൻകം എന്താണ്? ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ നമുക്ക് ഈ മാക്രോ എക്കണോമിക്സിനെ കുറിച്ച്. ഇത് ഇക്കണോമിക്സിൻ്റെയും ബേസിക്സ് എന്ന് പറയും. ഇക്കണോമിക്സിൻ്റെ കുറേ കോൺസെപ്റ്റൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ബേസിക്സാണ് ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഓൾ ദീസ് ആർ സിംപ്ലി സം കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ബേസിക് ഇക്കണോമിക് തിയറീസ്. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് തുടങ്ങുന്നത് എന്താണ് മാക്രോ എക്കണോമിക്സ് അല്ല എന്താണ് മൈക്രോ എക്കണോമിക്സ്. ഈ രണ്ട് ടോപ്പിക്കിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണ്.
ഓക്കെ ഓക്കെ. സോ എന്താണ് മാക്രോ എക്കണോമിക്സും എന്താണ് മൈക്രോ എക്കണോമിക്സും? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിനുണ്ട് ചെറുത് എന്നുള്ളതാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുതെന്നുള്ളതാണ്. അപ്പം ഇക്കണോമിക്സിൽ എന്താണ് ചെറുതും വലുതും? ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റുകളാണ് ചെറുത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് നമ്മളൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, അല്ലേ? ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ചെറുതാണ്. നമ്മളൊരു മാർക്കറ്റിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഒരാളാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നു. സോ അവർ ബിഹേവിയർ ഈസ് ബേസിക്കലി ആസ് ആൻ ഇൻഡിവിജ്വൽ. So how an individual makes economic decisions, that is one subject matter, one element of microeconomics. Okay, എന്താണ് മൈക്രോ എക്കണോമിക്സ്? ഇനി രണ്ടാമതായിട്ട് നമുക്ക് അതിൻ്റെ അത് കാണുന്നത് ഹൗസ് ഹോൾഡ് ഉണ്ട്, അല്ലേ? ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടുകാരും കൂടെ കൂടിയല്ലേ. അപ്പോൾ ഒരു ഫാമിലി എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്തെല്ലാം ഇൻകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലി ഇക്കണോമിക് മാറ്റേഴ്സ് മൈക്രോ എക്കണോമിക്സ് വരും. പിന്നെ വേറെ എന്തൊക്കെ വരും നമുക്ക് നോക്കുകയാണെങ്കിൽ ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഐറ്റങ്ങളൊക്കെ ഓരോ പ്രൊഡക്റ്റൊക്കെ വിൽക്കുകയും വാങ്ങുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഫേംസ്. പ്രൊഡക്ഷൻ നടത്തും, പ്രൊഡക്ഷനൊക്കെ റോ മെറ്റീരിയൽ മേടിക്കും, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഡിപ്ലോയ് ചെയ്യും, ലേബറേഴ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ അവർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യും, പ്രൈസിങ് ഡിസിഷൻസ് എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മൈക്രോ എക്കണോമിക്സ് വരുന്നു. പിന്നെ അതുപോലെ മാർക്കറ്റും കൂടെ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ മാർക്കറ്റ്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെയൊക്കെ മാർക്കറ്റ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ മാർക്കറ്റ്. ഓൾ ദോസ് എലമെൻറ്റ്സ് ആർ കവേർഡ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ എത്ര ചെറുത് തൊട്ട് എത്ര വലുത് വരെ, ഇൻഡിവിജ്വൽ തൊട്ട് മാർക്കറ്റ് വരെയുള്ള കാര്യങ്ങൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കും. മാർക്കറ്റിന് മുകളിലുള്ള എന്താണ്? അത് ഇക്കോണമിയാണ്, അല്ലേ? ഇക്കോണമി മൊത്തമുള്ള ഇക്കോണമിയുടെ മൊത്തമുള്ള GDP, ഇനി അല്ലെങ്കിൽ നമ്മൾ ഇക്കോണമിയുടെ മൊത്തമുള്ള എക്സ്പോർട്ട്, ഇക്കോണമിയുടെ മൊത്തമുള്ള സേവിങ്സ്, ഇക്കോണമിയുടെ മൊത്തമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്കോണമിയുടെ മൊത്തമുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഇക്കോണമിയുടെ മൊത്തമുള്ള സംഭവം റിസഷൻ, inflation, so all such areas comes under what we can say macroeconomics. And macroeconomics deals with the issues related with an economy. ഓക്കെ, അപ്പോൾ അത് എൻ്റയർ ഇക്കോണമിയെ സംബന്ധിച്ചുള്ള സ്റ്റഡിയാണ്. എൻ്റയർ ഇക്കോണമിയെ കുറിച്ചുള്ള സ്റ്റഡിയല്ല നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കും. ചെറിയ യൂണിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയൊക്കെ നമ്മൾ എവിടെ പഠിക്കും? മൈക്രോ എക്കണോമിക്സ് പഠിക്കും. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നമ്മൾ ഏതൊക്കെ യൂണിറ്റിലെ പരിഗണിക്കും? നമ്മൾ ഇൻഡിവിജ്വലിനെ പരിഗണിക്കും, നമ്മൾ ഹൗസ് ഹോൾഡിനെ പരിഗണിക്കും, നമ്മൾ ഫേംസിനെ പരിഗണിക്കും, നമ്മൾ മാർക്കറ്റിനെ പരിഗണിക്കും. ഓക്കെ, അതിനേക്കാളും വലുതൊക്കെ നമ്മൾ എവിടെ പഠിക്കും? ഇക്കോണമിയെക്കുറിച്ച് മുഴുവനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ മാക്രോ എക്കണോമിക്സ് പഠിക്കും. മാക്രോ എക്കണോമിക്സ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കും? GDP, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ബഡ്ജറ്റ്, ഇതെല്ലാം നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്? മാക്രോ എക്കണോമിക്സിൻ്റെ ഏരിയയ്ക്കകത്ത് വരുന്നതാണ്. സോ മൈക്രോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ചെറുത് എത്ര വലുത് ഇക്കണോമിക് യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ ഇക്കണോമിക്സിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വലിപ്പച്ചെറുപ്പം അനുസരിച്ച്. ഓക്കെ, ഇക്കണോമിക് യൂണിറ്റ്സിൻ്റെ ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുന്ന രണ്ട് സബ്ജക്റ്റ് ബ്രാഞ്ചാണ് ഏതൊക്കെ? ഒന്ന് മൈക്രോ എക്കണോമിക്സും, രണ്ട് മാക്രോ എക്കണോമിക്സും. ഡീറ്റെയിലോ മൈക്രോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി, ഡിഡക്ഷൻ അവിടെ കിടക്കട്ടെ. ഡിഡക്ഷനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മൈക്രോയെക്കുറിച്ച്. ഓക്കെ, ഇത്രയും കാര്യമുണ്ട്. അപ്പോൾ അതാണ് മൈക്രോ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണം. ഏകദേശം ഒരു ബേസിക് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമുള്ള വ്യത്യാസം? മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ദി ടു മേജർ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. ബോത്ത് ഹാവ് ദെയർ ഓൺ ഏരിയാസ് ഓഫ് ഫോക്കസ് ആൻഡ് മെത്തഡോളജി. അപ്പോൾ ഏരിയാസ് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ അവരുടേതായ ഏരിയാസ് അവർക്കുണ്ട്. മെത്തഡോളജി എന്ന് ദ വേ ഇൻ വിച്ച് യു സ്റ്റഡി എ പർട്ടിക്കുലർ ടോപ്പിക്. ഇപ്പോൾ രണ്ടിനും ഈ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ രണ്ടിനും വ്യത്യസ്തപരമായ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? മെത്തേഡ് ഓഫ് സ്റ്റഡി, അവനവൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കുന്നതിന് സ്വന്തമായിട്ടൊരു മെത്തേഡുണ്ട്. ബേസിക്കലി മൈക്രോ എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ സ്മോൾ എൻറ്റിറ്റീസ് ഇൻ ദി ഇക്കോണമി. ഇൻഡിവിജ്വലിനെ കുറിച്ചും സ്മോൾ എൻറ്റിറ്റീസിനെയും കുറിച്ചും ഇക്കോണമിയിലെ അവരെക്കുറിച്ചുള്ള പാഠങ്ങളാണ് മൈക്രോ എക്കണോമിക്സ്. ഈ മാക്രോ എക്കണോമിക്സ് സ്റ്റഡി അബൌട്ട് ദി എൻ്റയർ ഇക്കോണമി. എൻ്റയർ ഇക്കോണമിയെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ നമ്മളൊരു ടേബിൾ ഇങ്ങനെ നോക്കുക. ഈ ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തതാണോ അതെന്ന് തോന്നുന്നു. എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഞാൻ പഠിച്ചതാണ്. ഓക്കെ, ക്വാറയിലൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മാക്രോ എക്കണോമിക്സിനും മൈക്രോ എക്കണോമിക്സിനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കുക. ഒന്ന്, ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി ഇൻഡിവിജ്വൽ യൂണിറ്റ്. മൈക്രോ എക്കണോമിക്സ്, നമ്മളിവിടെ മൈക്രോ എക്കണോമിക്സും കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ? ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട്. സോ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്. മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ദി ഹോൾ ഇക്കോണമി ഓർ ലാർജ് ഗ്രൂപ്പ്.
മുഴുവൻ ഇക്കോണമിയെക്കുറിച്ച് മുഴുവനും അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് മൈക്രോ എക്കണോമിക്സ്. കിട്ടില്ല, സ്മോൾ യൂണിറ്റ് വേഴ്സസ് ലാർജ് യൂണിറ്റ്സ്. ഓക്കെ, ഹൗസ് ഹോൾഡ്, ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്, ഫേംസ് ആൻഡ് മാർക്കറ്റ് വേഴ്സസ് ദ എൻ്റയർ ഇക്കോണമി. ഇവിടെ കിട്ടിയല്ലോ. നോ, രണ്ടാമത്തെ വ്യത്യാസം മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ടു സ്മോൾ തിങ്സ്, മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ടു ലാർജ് തിങ്സ്. ലോസ് റിലേറ്റഡ് ടു മാർജിനൽ അനാലിസിസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഈ സ്കോപ്പ്. അപ്പോൾ അല്ല, ഈ മാർജിനൽ കോസ്റ്റ് ഒരു യൂണിറ്റും കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് ഇൻക്രീ ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫേമാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്താണ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ 1,00,000 യൂണിറ്റ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്തു. 1,00,000 ആയോ? 1,00,000 നമ്മൾ ഒരു യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാത്രമായിട്ട് നമ്മൾ എത്ര അഡീഷണൽ കോസ്റ്റ് കൊടുക്കേണ്ടിയിരുന്നു. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ്. കാരണം നമ്മൾ ചിലപ്പോൾ 1,00,000 ആയിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ. നമ്മൾ +1 ആയിട്ട് എത്ര, അല്ലെങ്കിൽ +1 ഓരോ യൂണിറ്റും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് നമ്മൾ എത്ര കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ സെയിൽ എത്രയായിരിക്കാം, 1,00,000 യൂണിറ്റ് ആയിരിക്കാം അല്ലേ. 1,00,000 യൂണിറ്റ് ഞാൻ ഒരു യൂണിറ്റും കൂടെ കൂടുതൽ വിൽക്കുമ്പോൾ എനിക്ക് എത്രമാത്രം റവന്യൂ കിട്ടും, ഏറ്റവും അവസാനത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എത്രയായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ റവന്യൂ അല്ലേ. മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് യൂണിറ്റ് റിലേറ്റഡ് ടു ദി ലാസ്റ്റ് വൺ എന്നുള്ളതാണ്. അതാണ് ഒരു ലിറ്ററൽ മീനിങ്ങിൽ നമ്മളൊന്ന് എടുത്തു നോക്കൂ, റിലേറ്റഡ് ടു ദ ലാസ്റ്റ് വൺ. അപ്പോൾ ഈ മാർജിനൽ എന്നുള്ള കോൺസെപ്റ്റ് മാത്തമാറ്റിക്സിൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇക്കണോമിക്സിൽ അതുപോലെ അങ്ങ് എടുത്തേക്കുക. അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ. വെൻ സം ചേഞ്ച് ഹാപ്പൻസ്, വാട്ട് ഹാപ്പൻസ് ടു വെൻ വി മേക്ക് സം ചേഞ്ചസ്, ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ, കൺസംഷൻ, സോ വാട്ട് വിൽ ബി ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ us. So that is the area which comes under the concept of marginal. അപ്പോൾ നമുക്ക് ഒത്തിരി മാർജിനലുണ്ട്. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ മാർജിനൽ കോസ്റ്റായി, മാർജിനൽ റവന്യൂ ആയി, മാർജിനൽ പ്രൊഡക്റ്റായി, മാർജിനൽ യൂട്ടിലിറ്റി ആയി. അപ്പോൾ ഇങ്ങനെ പല നമുക്ക് മെഷറബിൾ ആയിരിക്കണം മാർജിനൽ എന്ന്. നമ്മൾ മെഷർ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇച്ചിരി ഒരു മാത്തമാറ്റിക്കലാന്ന് നമ്മൾ പറയാനുള്ള കാര്യം. ഇറ്റ് ഈസ് മെഷറബിൾ. ഓക്കെ, അപ്പോൾ മാർജിനെ കുറിച്ച് പഠിക്കില്ല. മാർജിനൽ കോൺസെപ്റ്റ് എല്ലാം മൈക്രോ എക്കണോമിക്സ് പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പ്രോബ്ലംസ് റിലേറ്റഡ് ടു വോൾ ഇക്കോണമി ലൈക്ക് എംപ്ലോയ്മെൻറ്റ്, പബ്ലിക് ഫൈനാൻസ്, നാഷണൽ ഇൻകം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് സ്കോപ്പ്. ഇൻ വിച്ച് സ്കോപ്പ്? ഇൻ സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, നൗ microeconomics provide the information relating to the individual prices, individual consumption and production. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ യൂണിറ്റായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള പരിചയം നമുക്കുള്ളൂ. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അത് കഴിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് പല കോൺസെപ്റ്റും പറയുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. നമ്മൾ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് പറയുന്ന കോൺസെപ്റ്റ് കൺസ്യൂമറുടെ ആംഗിളിൽ ചിന്തിക്കരുത്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസറുടെ ആംഗിളിൽ തന്നെ ചിന്തിക്കണം. ആ ലെവലിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ ആക്ടിവിറ്റീസ്, നമ്മുടെ ബിഹേവിയർ, അതെല്ലാം നമ്മൾ ഈ മൈക്രോ എക്കണോമിക്സ് പഠിക്കും. മൈക്രോ എക്കണോമിക്സ് it gives you information related to national income, how GDP increases, GDP ഇന്ത്യയുടെ 20% കണ്ട് കൂടി കൊണ്ട് വളർച്ച പ്രാപിച്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ അങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ട്, ടോട്ടൽ കൺസംഷൻ ആൻഡ് ജനറൽ പ്രൈസിൽ ഓൾ ദോസ് തിങ്സ്, നോട്ട് ജനറൽ നോട്ട് ജസ്റ്റ് ആൻഡ് എക്സെട്ര. അപ്പോൾ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. ദെൻ മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് ഈസ് സിമ്പിൾ. മൈക്രോ എക്കണോമിക്സ് ഇസ് കോംപ്ലക്സ് ഡ്യൂ ടു സ്റ്റഡി ലാർജ് ഗ്രൂപ്പ്. ഇപ്പോൾ സിമ്പിൾ എന്ന് പറയാൻ പറ്റിയല്ല. ഇത് ഞാൻ കുറേന്ന് പറഞ്ഞ് ഒരിടത്ത് നിന്ന് എടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റ് വേറെ ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. സോ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. എവറി സബ്ജക്റ്റ് ബ്രാഞ്ച് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഈസ് കോംപ്ലക്സ്, ബട്ട് ഓക്കെ, ഇറ്റ് ഈസ് സിമ്പിളർ ദാൻ മൈക്രോ എക്കണോമിക്സ്. എങ്കിൽ ശരിയാണ്, മൈക്രോ എക്കണോമിക്സിനേക്കാളും അല്പം കൂടെയൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഓക്കെ, ഒരു കൊച്ചവിടെ നമ്മുടെ കോളേജിൽ TC മേടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാനവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് സാറ് വിളിച്ചതാണ്, നോട്ടീസ് കൊടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ, ചോറൊക്കെ ഉണ്ടോ? ദെൻ 5th ഫീച്ചർ, നമുക്ക് ആ ഡിഫറൻസ് മൈക്രോ എക്കണോമിക്സ് പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ പ്രൈസ് അനാലിസിസ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, അതിനെ നമ്മൾ പ്രൈസ് അനാലിസിസ് എന്നാണ് വിളിക്കുക. എന്താണ് പ്രൈസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ഡിസിഷൻസ്, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈസും സ്ട്രാറ്റജിക്ക് പ്രൊഡ്യൂസറുടെ ആംഗിൾ എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈസ് അനാലിസിസ് ആണ്. ഫേമിൻ്റെ പ്രൈസ് അനാലിസിസ്,
ഈ ഇൻഡസ്ട്രിയിലെ പ്രൈസ് അനാലിസിസ്. അപ്പോൾ ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? ഈ മൈക്രോ എക്കണോമിക്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ മൈക്രോ എക്കണോമിക്സ് പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ മാക്രോ എക്കണോമിക്സ് പർട്ടിക്കുലർലി ഫോക്കസ് ഓൺ ഇൻകം അനാലിസിസ്. പിന്നെ ഇൻകത്തെക്കുറിച്ചുള്ളതാണ്. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം, ജി ഡി പിയുടെ ഗ്രോത്ത്, ഗ്രോത്ത് കൈവരിക്കാൻ എന്തെല്ലാം ഇക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, മെഷേഴ്സ് അഡോപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ്? മൈക്രോ എക്കണോമിക്സിൽ. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പോൾ കൂടുതലും ഇൻഡിവിജ്വൽ പ്രോബ്ലത്തെക്കുറിച്ചാണ്. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ പോലും സബ്ജക്റ്റിൽ ബേസിക്കലി മാക്രോയെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി കുറവാണ്. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ഓഫ് ദ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇസ് ഗ്രോയിങ്. അപ്പോൾ രണ്ടിലും ഇതിന് ഇമ്പോർട്ടൻസ് കുറവാണെന്നല്ല കേട്ടോ. ശരിക്കും ബേസിക്കലി ഐ ഹാവ് ടേക്കൺ ദിസ് കണ്ടൻറ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പം ഒരു ടേബിൾ എന്ന നിലയ്ക്ക് കമ്പാരിസൺ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്താം. ബട്ട് ഐ എം നോട്ട് ദാറ്റ് മച്ച് അഡ്വക്കേറ്റിംഗ് ദിസ് ടേബിൾ, ബട്ട് ഐ എം ജസ്റ്റ് ഗിവിങ് ദിസ് ടേബിൾ ആസ് ആൻ ഇൻഫർമേഷൻ ഇൻപുട്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും ഭയങ്കര പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അനാലിസിസൊക്കെ പ്രകാരം മൈക്രോ എക്കണോമിക്സിലെ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയും. ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങളൊരു ഷെയർ മേടിക്കാൻ പോകണം, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? എൻ്റെ പോലെ അല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്ന് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും, നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? So such behavioral economics topics are developing in microeconomics. മനസ്സിലായല്ലോ. അപ്പോൾ അത് കോളേജിൽ കോഴ്സ് പോലെ ഉണ്ട്, ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ബിഹേവിയറൽ. ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ്, എക്കണോമിക്സ് ആൻഡ് ഡാറ്റ സയൻസ്. അപ്പോൾ എങ്ങനെ ഒരു കൺസ്യൂമർ ബിഹേവിയർ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡാറ്റ അനാലിറ്റിക്സ്, അങ്ങനെ ഡിഗ്രി കോഴ്സ് വരെ, PG കോഴ്സും ഡിഗ്രി കോഴ്സും ഒക്കെ ഉണ്ട്. അത്രമാത്രം മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ സബ്ജക്റ്റ് വളർന്നു, അല്ലെങ്കിൽ എംപിരിക്കലായി, അല്ലെങ്കിൽ പ്രായോഗികമായി മൈക്രോ എക്കണോമിക്സ് പോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എക്സ്റ്റേണൽ സോഴ്സ്, അയാളുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത് തരാം. സോറി കേട്ടോ, എന്ത് പറ്റി? ഒന്നുകൂടെ ഞാനത് വ്യൂ എടുക്കാം. വീട് മോഡിലിട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ എടുത്ത് ക്ലോസ് ചെയ്യാം. ടെക്നിക്കൽ ഫെയിലിയർ ഒന്നുമല്ല, നമ്മളെന്തെങ്കിലും എവിടെയെങ്കിലും ടച്ചാണ് ബേസിക്കലി. എവിടെയെങ്കിലും എവിടെയും മാറി ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഒന്നും എടുക്കാവേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ക്ലോസ് വിൻഡോ, ക്ലോസ് കറണ്ട് ടാബ്. കൊടുത്ത് നോക്കി എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുക. നോ. അപ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞാനൊന്നുകൂടെ നമ്മുടെ ഫയൽ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, അത് ഞാൻ ഷെയർ ചെയ്യാം. വിൻഡോ മോഡിൽ 1 ഷെയർ ഇപ്പോൾ വരും. അപ്പം മക്കളെ, നമ്മൾ ഈ ഒരു ടേബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ ഈ ടേബിൾ നമ്മൾ അധികം ടേബിൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഞാനിങ്ങനെ എടുക്കുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ മാറ്റിയായിരുന്നു. പക്ഷേ ഇച്ചിരി പഴയ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല കേട്ടോ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗുഡ്. അപ്പോൾ അതുപോട്ടെ. നമ്മൾ മൈക്രോ എക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസമാണ് പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ലേ? ഉണ്ട്. മൈക്രോ എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ് ആൻഡ് മാർക്കറ്റ്സ്. ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ്. ഇൻഡിവിജ്വൽ കഴിഞ്ഞാൽ അതിനേക്കാൾ ഇച്ചിരി വലുത് എന്താ? നമ്മുടെ വീടല്ലേ. നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ വീട്. പിന്നെ അങ്ങനെയാണല്ലോ, അത് ഇക്കോണമിയുടെ ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡ്. അതിനേക്കാൾ കഴിഞ്ഞാൽ പിന്നെ ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ചിരി വലിയൊരു പ്രസ്ഥാനമായിരിക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനങ്ങൾ കൂടുന്നതായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. ഇറ്റ് ലുക്സ് അറ്റ് ഇഷ്യൂസ് സച്ച് എസ് കൺസ്യൂമർ ബിഹേവിയർ, ഹൗ ദ കൺസ്യൂമർ ബിഹേവ്സ്, ഇൻഡിവിജ്വൽ ലേബർ മാർക്കറ്റ്സ്, ഒക്കെ എങ്ങനെ ലേബർ സപ്ലൈ ചെയ്യുന്നു, എങ്ങനെ ലേബർ ഡിമാൻഡ് ചെയ്യുന്നു, അല്ലേ? ആൻഡ് തിയറി ഓഫ് ഫേംസിൻ്റെ. ഇപ്പം തിയറി ഓഫ് ഫേംസ് ഒത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പം കൊമേഴ്സ് പഠിക്കാത്ത കുട്ടികൾ, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മലയാളമുള്ള കുട്ടികളുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. അപ്പം ബേസിക്കലി കൊമേഴ്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ട് റൂട്ടിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ വേരുകളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫേംസും മാർക്കറ്റൊക്കെ കൊമേഴ്സിൽ പഠിക്കും. അതിൻ്റെ അകത്ത് തിയറി ഓഫ് ഫേംസൊക്കെ ഒത്തിരി പഠിക്കും. അപ്പോൾ വളരെ ഇപ്പം നിങ്ങൾ PG ക്ക് വേണമെങ്കിൽ ഒത്തിരി തിയറി ഓഫ് ഫേംസ് ഉണ്ട്. ബേസിക്കലി സച്ച് തിയറീസ് ഹാവ് ഇവോൾവ്ഡ് ആസ് പാർട്ട് ഓഫ് എക്കണോമിക്സ്. വെൻ യു ഗോ ടു ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ദർ ഈസ് നോ സബ്ജക്ട് ലൈക്ക് കൊമേഴ്സ്. യു ക്യാൻ get economics and different branches of economics you are studying in India as part of your commerce subject, commerce graduation. ഓക്കെ, പിടിയിട്ടില്ല. അപ്പോൾ തിയറി ഫോംസ് നിങ്ങളും പഠിക്കും, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മളൊരു മനസ്സുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാക്കാവുന്ന സംഭവം, നമ്മുടെ മനസ്സിൽ പിടികിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ വലിയ തിയറി ആയിട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ.
ഓക്കെ. ദെൻ മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹോൾ എക്കോണമി. മനസ്സിലായല്ലോ ഇക്കോണമിയെ കുറിച്ച് മുഴുവൻ. ഇറ്റ് ലുക്ക് അറ്റ് അഗ്രിഗേറ്റ്. ഇതാണ് അതിൻ്റെ ഈ വാക്ക് അവിടെ പറഞ്ഞത്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് എന്നാണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ള. അപ്പോൾ ഇക്കോണമിയെക്കുറിച്ച് മുഴുവനുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് മുഴുവനുള്ളത്, ഇക്കോണമിയെക്കുറിച്ച് മുഴുവനുള്ളത്, വേൾഡ് ഇക്കോണമിയെക്കുറിച്ച്, ഒരു നാഷണൽ ഇക്കോണമിയെക്കുറിച്ച്, ഇക്കണോമിക് അതെല്ലാമാണ് അഗ്രിഗേറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. സച്ചസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, നാഷണൽ ഔട്ട്പുട്ട്, ഇൻഫ്ലേഷൻ എക്സെട്ര. അപ്പോൾ ഇനി എക്സെട്ര അവിടെ ഉണ്ട്. ഇൻഫ്ലേഷൻ കൂടെ കൊണ്ട് അവിടെ തീരുമല്ല. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനമാണ് ഏത് മൈക്രോ എക്കണോമിക്സ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ദി ഇക്കോണമി, മണി സപ്ലൈ, ഇൻ്റർനാഷണൽ ട്രേഡ് എക്സെട്ര കംസ് അണ്ടർ ഡൊമൈൻ ഓഫ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഈ സബ്ജക്റ്റ് എല്ലാം കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക്കലി മൈക്രോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു എൻട്രി ലെവലിലാണ് കണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചുള്ള പഠനം. മൈക്രോ എക്കണോമിക്സ് എന്തൊക്കെയാണ്, അതാണ് ഇതാണ്, ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ മൈക്രോ എക്കണോമിക്സ് സബ്ജക്ട്സ് പഠിക്കുന്നത് കുറേ ഏരിയ ഒക്കെ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പിടികിട്ടും. ഇതാണ് മൈക്രോ എക്കണോമിക്സ് കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകാം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, എന്തെല്ലാം തിയറികൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ബേസിക് കോൺസെപ്റ്റ് എന്താണ്, അങ്ങനെയുള്ള വളരെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സ്കോപ്പ് ആൻഡ് സബ്ജക്ട് മാറ്റർ ഓഫ് വാട്ട്? മൈക്രോ എക്കണോമിക്സ്. ദ ഇക്കണോമിക്സ്, the branch of economics which deals with the small things. Microeconomics studies about the small units. It studies about the various activities of the individual units as consumer, producer, marketing entity, etc. എല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാം പഠനമാണ് ഏത്? മൈക്രോ എക്കണോമിക്സ്. നൗ ഫസ്റ്റ് പോയിൻ്റ് അബൌട്ട് മൈക്രോ എക്കണോമിക്സ്. നമ്മളിങ്ങനെ കുറേ പോയിൻ്റ് ഇട്ട് എഴുതുക. അപ്പോൾ നിങ്ങളും പോയിൻ്റ് ഇട്ട് പഠിക്കണം, പോയിൻ്റ് ഇട്ട് പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ ഓർത്തിരിക്കും, പോയിൻ്റുകൾ ഓർത്തിരിക്കും. അപ്പോൾ അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാദ്യം പറയണം, അല്ലെങ്കിൽ എത്ര എണ്ണമൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ഒരു രൂപം കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ പോയിൻ്റ് ഫോർമാറ്റിൽ പോവാം. ഓക്കെ. ഒന്നാമത്തെ പോയിൻ്റ് നോക്കാം. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. അപ്പോൾ ഡിമാൻഡ് സപ്ലൈ നമുക്ക് എഴുതാം, കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഡിമാൻഡ് എന്താണെന്നറിയാം നമുക്ക്, സപ്ലൈ എന്താണെന്ന് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചൊരു ലോജിക്സും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? ലോജിക്കൽ, ദ വേ ഹൗ ഡിമാൻഡ് ഗോസ്, ഹൗ സപ്ലൈ ഈസ് ക്യാരിഡ് ഔട്ട്, അല്ലേ? രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അത് തന്നെ ഇവിടെ തിയറി പറയുന്നുള്ളൂ. മൈക്രോ എക്കണോമിക്സ് കൺസിഡേഴ്സ് ദ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ. ഓക്കെ. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, സപ്ലൈ കണ്ടീഷൻസ് എക്സെട്ര. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ലോ ഓഫ് ഡിമാൻഡ് ഉണ്ട്, ലോ ഓഫ് സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് സപ്ലൈയും കൂടുന്നത് കുറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് ഡിമാൻഡ് ഫംഗ്ഷൻ. എന്താണ് ഒരു ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തു, അപ്പോൾ നമ്മൾ കൂടുതൽ എന്തുണ്ട് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ കൂടുതൽ പഠിച്ച്, ദ ഹവർ ഓഫ് സ്റ്റഡീസ് യു ആർ മേക്കിംഗ്. ഓക്കെ. സോ ദാറ്റ് ഡിറ്റർമൈൻസ് യുവർ മാർക്സ്. യുവർ മാർക്ക് ഓർ യുവർ ഗ്രേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ മെനി അവർ യു ആർ സ്റ്റഡീഡ്. എച്ച് ഹൗ മെനി ദ അവർ യു സ്റ്റഡീഡ്. ശരിയല്ലേ? The grade you are getting, it depends upon the number of hours you are studying. അപ്പോൾ ദിസ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ. ഇത് ഞാൻ മാച്ചുകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയി. നിങ്ങളാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ചോറിന് നേരൊന്നും കുഴപ്പമില്ല, ഇത് ഇടയ്ക്ക് ശ്രദ്ധിക്കണം ചെയ്യണം കേട്ടോ. എനിക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ തന്നെ ആയിരിക്കും ക്ലാസ് റൂമിൽ, കുട്ടികളാരും കാണുമല്ലോ, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. കുറച്ച് കുട്ടികൾ, ചിലപ്പോൾ ഒരു 2-3 പേര് ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾ എത്ര പേരുണ്ട്? 8 ഞാനാണല്ലോ, 7, 14 കുട്ടികളേ ഉള്ളൂ. 28 പേരുള്ളൊരു ബാച്ചാണ്. 14 പേരില്ല, അല്ലേ? ചാർജ് തീർന്നു പോയതുകൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ചാർജ് തീർന്നു പോയതുകൊണ്ടോ അല്ലെങ്കിൽ നെറ്റ് ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. എല്ലാ ദിവസവും 14 പേർക്ക് നെറ്റും ഇല്ല, ചാർജ് തീർന്നു പോയി, അവർ മൊബൈലിന് എന്തെങ്കിലുമൊക്കെ പറ്റി, അങ്ങനെ പറ്റിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കാരണം കൊണ്ടായിരിക്കും കുട്ടികൾ വരാത്തത് എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പോൾ അത് പോട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഗ്രേഡ് മേ ബി A+ ഈസ് എ ഫങ്ഷൻ ഓഫ് ഹൗ മച്ച് അവർ യു ആർ സ്റ്റഡീഡ്. സോ ദിസ് ഈസ് എ ഫങ്ഷൻ. വി ആർ ജസ്റ്റ് സെയിങ് ദാറ്റ് ദിസ് വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് വേരിയബിൾ. ശരിയല്ലേ? നൗ ഹൗ ദേ റിലേറ്റഡ്? They are related positively. When one increases, the other one is also increases. When other one decreases, the other one also decreases. And which one increases first, or which one determines the other one? The number of hours you study depends
determines your grade. So this is the independent variable. This is the dependent variable. It depends upon the number of hours you are studying. The grade you are getting depends upon the number of hours you are studying. Okay, so that is the nature of relationship. There is a positive relationship between these two. അല്ലേ ശരിയല്ലേ? അപ്പോൾ അതാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. നമുക്ക് നെഗറ്റീവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. യു സ്റ്റഡി യുവർ ഗ്രേഡ് ഈസ് B. Number of hours you studied is 0.1 per day. Your grade is B plus. Number of studies, hours you study in a day is 0.3. Okay, 0.3 hours. നമുക്ക് 0.3 അല്ലെങ്കിൽ 0.5 hours എന്ന് പറഞ്ഞാൽ എന്താ, അരമണിക്കൂർ അല്ലേ? ഇനി അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് എ കിട്ടുമ്പോൾ നമ്മളെന്നറിയാം, നമ്മൾ 0.675 hours. 75 hours എന്ന് പറഞ്ഞാൽ നമുക്ക് 45 മിനിറ്റ്സിന് എടുക്കാം അല്ലേ? ഇത് നമുക്ക് 30 മിനിറ്റ്സിന് എടുക്കാം, നമുക്ക് 10 മിനിറ്റ്സിന് എടുക്കാം. അപ്പോൾ 75 അല്ലെങ്കിൽ 45 മിനിറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഗ്രേഡ് കിട്ടും. നിങ്ങളതല്ലെങ്കിൽ ഒരു ദിവസം 1.5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ okay, you may be getting A plus. So there is a positive relation between these two. The number of hours you studied per day and the grade you got up last, So understandably this is a positive line, and which determines the other variable. Your grade, your hours of study determines your grade അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് അവിടെ. അപ്പം നെഗറ്റീവ് റിലേഷൻഷിപ്പുകളുണ്ട്. നെഗറ്റീവ് റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത അറിയാം, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. So that is some sort of a negative relationship, and we are considering that negative relationship here, and delete it. Okay, in this negative relationship we are studying about the demand function. ഫങ്ഷനാലിറ്റി ആണ്. നമുക്ക് ഫങ്ഷനെ കുറിച്ച് അറിയത്തില്ലെങ്കിലും നമുക്കറിയാം നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ റിസൾട്ട് കിട്ടും, ഇങ്ങനെ ചെയ്താൽ അത് ഇതിനെ ആശ്രയിച്ചിരിക്കും. സോ ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഫങ്ഷൻ. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്തമാറ്റിക്സുകാർ പല നോട്ടേഷൻസിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ? വളരെ സിമ്പിളായിട്ട് നോട്ടേഷൻ മാത്തമാറ്റിക്സുകാർ എസ് എഴുതുന്നുണ്ടോ? അവർ എസ് കഴിഞ്ഞാൽ പാരഗ്രാഫിലേ കാണുള്ളൂ. നമുക്കവിടെ ഇക്കണോമെട്രിക്സിൽ കുട്ടികളുണ്ട്, അവർ നല്ല കുട്ടികളാണ്, മാത്തമാറ്റിക്സ് പഠിച്ചു വന്ന എല്ലാവരും നല്ല കുട്ടികളോട്ടോ. അപ്പോൾ അവർ എസ് എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ എസ് ഭയങ്കര ചെറുതാണ്. ഈ ഇക്വേഷനൊക്കെ വെച്ച് അവർ എസ് എഴുതാൻ നോക്കും, എത്രയായാലും ഒത്തിരി വലുതാകുമല്ലോ. അപ്പോൾ അവരൊത്തിരി നോട്ടേഷനൊക്കെ വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ നാളങ്ങനെ പറഞ്ഞേക്കാം, ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഇഫ് യു ആർ ഗോയിങ് ടു ബി എ സെല്ലർ, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുക? കമ്മോഡിറ്റിയുടെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ്, പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി എക്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. Okay, then maybe some other variable, the population in the economy, disposable income with the people. Okay, അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടേസ്റ്റ് ആയിരിക്കും, the preference ആയിരിക്കും. Let maybe there are a lot of factors etc. Few more factors are there, we are not pointing out them. Okay, but remember, most importantly, this factor, that means the demand for the commodity that you are going to produce and you are going to sell in the market depends upon a large number of factors. We are identifying all those factors. We are saying that the price of the demand for that commodity depends upon this factor as well. So that is what this relationship was shown. Okay, but we cannot express or consider all those factors when you are making an analysis. You assume that some of the factors are remaining same, they will not work, and we are considering how changes in this factor brings changes in this factor, changes in what we can say, changes in what price of this that commodity determines its demand. അപ്പോൾ അവിടെ നമുക്കറിയാം മറ്റ് ഫാക്ടേഴ്സ് എല്ലാം റിമെയിൻ കോൺസ്റ്റൻ്റ് എന്ന് പറയാം, കാരണം എല്ലാം കൂടെ നമുക്ക് എടുത്ത് അനാലിസ് ചെയ്യാൻ കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അനാലിസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പറയുകയാണ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് പ്രൈസ് ആസ് വെൽ, ബട്ട് ഹൗ these two are related അല്ലേ? how these two are related, how price of the commodity x കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എക്സ് കുറയും അല്ലേ? നമുക്കതറിയാം. അപ്പം പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സ് പറയുമ്പോൾ നാട്ടുകാരെല്ലാം ഓടിപ്പോയി ആ കമ്മോഡിറ്റി മേടിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡാണ് ക്യൂ എക്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് ഓഫ്
പ്രൈസ് ഓഫ് എക്സ് ഈസ് അല്ലേ, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? അത് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? ഏത് കമ്മോഡിറ്റിയുടെയും മാർക്കറ്റ് വില കൂടി എന്ത് ചെയ്യും? ആളുകൾ കുറച്ചേ മേടിക്കുള്ളൂ. നേരെ തിരിച്ച് പ്രൈസ് കുറയുമ്പോഴോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഇനിയിടാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. സോ ഇത് കുറയുന്നു, ഇത് കൂടുന്നു, ഇത് കുറയുന്നു, ഇത് കൂടുന്നു. വാട്ട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡബിളി അല്ലേ? അപ്പോൾ നമ്മൾ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിയറിയാം. നമ്മളൊരു സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് നോക്കി നമുക്കറിയാം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മളൊരു ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇത്രയും ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ഡിമാൻഡ് ഫോർ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ഓർ എക്സ്, So we say that when the price becomes 100 units, how much unit it might have sold? Around 500 units. When the commodity price falls to 80 rupees, then around 750 units demand. When it falls to 50 units, maybe around 1500 units. Okay, then it becomes 20. Maybe around 4000 units. 4500 യൂണിറ്റ്സ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയും കൂടുക. 10 റുപ്പീസിലേക്ക് ഡിമാൻഡ് കുറയുകയാണെങ്കിൽ 10,000 യൂണിറ്റ്സ് ആളുകൾ മേടിച്ചിരിക്കും. 1000 ഒരു 0 കൂടി ഇട്ടാൽ കാട്ടോ, 10,000 യൂണിറ്റ്സ്. സോ ദിസ് ഈസ് ദ പ്രൈസ് ഓഫ് എക്സ്, ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ്. വെൻ ദി പ്രൈസ് ഓഫ് എക്സ് കംസ് ഡൗൺ, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഗോസ് അപ്പ്. അല്ലേ? ഓക്കെ, പിടികിട്ടില്ലോ? നോ പ്രോബ്ലം. സോ യു മാർക്ക് ഹിയർ പ്രൈസ് ഓഫ് എക്സ് ആസ് 100. How many units you are going to sell? Just 500 units. Then when you are reducing it to 80 rupees, how many units you are going to sell? 750 units. So when you are selling 50 units, 50 units, nearly half. How many units you can sell? 1500 units. Like that, when you reduces the price to 10 rupees, what will be your demand? Okay, it will be equal to 10,000 units. Okay, so when you are connecting all those points, this is a point A, which says that 100 and 500 combination, which is a point B, which gives a combination between 80 and 750. So like that, you will have different points with respect to these combinations of quantity demanded of a commodity and corresponding price. You can get different points in ABCD, etc. When you are connecting these lines together, you can get a curve, and we call it as a demand curve. Okay, what is that? It will be a demand curve. Okay, and demand curve is downward sloping for a normal good. In normal cases, indicating that there is a negative or inverse relation between quantity demanded of a commodity and its price. Okay, quantity demanded of a commodity and its price. Okay, so this is the law of demand. Law of demand says that there is inverse relation between quantity demanded of a commodity and its price, and it has been expressed in under this demand curve and as well as in this demand schedule. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇങ്ങനെയൊരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അത് നമ്മളെ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രം കിട്ടി, ഒരു ലൈൻ കിട്ടി. ആ ലൈൻ എങ്ങനെയാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് or negatively sloping, which says that any downward sloping line or a negative sloping line shows inverse relationship between the two variables we are expressing on the y-axis and the x-axis. Okay, so that is about the feature of the demand curve, how we can fit or what we can say or construct a demand curve. Patra Madiye.